ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന രീതിയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോപ്പ് വേണം. ഇതിപ്പോൾ നമുക്ക് കിട്ടൂലേ അങ്ങനത്തെ ഒരു മൈൻഡ് മാറ്റിയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിനൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം ഹൈ വൈബ്രേഷൻ എനർജി നിലനിർത്തണം. ഇനി നാലാമത്തെ കാര്യം നമുക്ക് നമ്മളൊരു ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീമില്ലേ, ആ ഡ്രീമിനെ റിയാലിറ്റി ആക്കാനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണം. ഈ ഒരു കാര്യത്തിന് നമ്മൾ വെറുതെ ചെയ്തിട്ടിരുന്നാൽ പോരാ, ഇത് നമ്മളൊരു ആക്ഷൻ കൂടി എടുക്കണം. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ആക്ഷന് കൂടി എടുത്തു പോകണം. മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ളൊരു 10 സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്താലേ കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിന് വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കണം. അതായത് നിങ്ങളുടെ ഡ്രീം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിന് കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ടാക്സി ഡ്രൈവറിനോട് പറയാണ് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ എന്ന് പറയണം. അപ്പോൾ അയാൾ എവിടെ കൊണ്ടുപോകാനാണ്? നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്പോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അയാളുടെ അടുത്ത് നമ്മൾ രണ്ടാമത് ഇങ്ങനെ പറയണം, എന്നെ ഒരു ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകൂ എന്ന് പറയണം. അപ്പോൾ അയാൾക്ക് ചെറിയൊരു വ്യക്തത കിട്ടിക്കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ എവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയണം. അപ്പോൾ അവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നു. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ എന്ത് ചെയ്യും? നമ്മളെ കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം അതിനൊരു റിയാലിറ്റി വേണം, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഒരു പ്ലേസിൽ എത്തണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിന് എന്തായാലും ഒരു ക്ലാരിറ്റി വേണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ ഇൻറ്റൻഷൻ സെറ്റാക്കുക. നിങ്ങളുടെ ആ ഒരു ഡ്രീം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഉദ്ദേശം, അതായത് ഒരു തീരുമാനം എടുക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാണ് ഇതെന്തെങ്കിലും നടക്കട്ടെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻറ്റൻഷൻ അല്ല അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു തീരുമാനം എടുക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ കാര്യം വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു തീരുമാനത്തോടെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ എഴുന്നേൽക്കാം. അപ്പോൾ അന്ന് ഞാൻ പറയാണ് ഇന്ന് ഞാൻ എൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കും. അതുപോലെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ആ ഒരു ഡ്രീം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രീമിന് നിങ്ങളൊരു തീരുമാനം എടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ ആക്ഷൻ കൂടെ ചെയ്യണം. അതിന് ലാസ്റ്റ് സ്റ്റെപ്പാണ് ആക്ഷൻ. ആക്ഷൻ നമ്മൾ എടുക്കണം. വെറുതെ നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ആക്ഷൻ കൂടെ എടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് വിഷ്വലൈസേഷൻ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കിടക്കുകയോ ഇരിക്കുകയോ എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യേണ്ട കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ, രാത്രി നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ. ഈ ഒരു സമയമാണ് ചെയ്യാനുള്ള ഒരു കറക്റ്റ് ടൈം. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ് തിരഞ്ഞെടുക്കുക. പ്ലേസ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ഒന്നും ഇല്ലാതെ നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന ഒരു പ്ലേസ് നമ്മൾ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ വന്നിരുന്ന് കണ്ണടച്ചിരുന്നതിന് ശേഷം നല്ലപോലെ ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടുക. എന്ന് പറഞ്ഞാൽ ഇൻഹെയിൽ ചെയ്യുക, എക്സ്ഹെയിൽ ചെയ്യുക. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. തുടക്കത്തിൽ ഇതൊരു 10-15 മിനിറ്റൊക്കെ ഈ ഒരു ടെക്നിക്ക് ചെയ്താൽ മതി. പിന്നെ ഒരു പ്രാക്ടീസ് നമുക്ക് അങ്ങോട്ട് പോകും തോറും സമയം കൂട്ടി ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഡ്രീം ഓൾറെഡി നിങ്ങൾ കിട്ടിയതായിട്ട് വേണം, നിങ്ങൾ നേടിയെടുത്തു, അതിനുശേഷമുള്ള കാര്യം വേണം നിങ്ങൾ ചിന്തിക്കാനുള്ളത്. ഒരു വിഷ്വലൈസേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കിട്ടി, നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ പോകുന്നതായിട്ടല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഇത് കിട്ടിക്കഴിഞ്ഞു. ആ ഒരു രീതിക്കാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിഷ്വൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് ചിലപ്പം കറക്റ്റായിട്ട് ആ ഒരു കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ചില സമയം ആ ഒരു സ്പർശനം നമുക്ക് കിട്ടും. ചിലപ്പോൾ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അതുപോലെ നമുക്ക് വരുന്ന വികാരങ്ങൾ അതെല്ലാം നമ്മൾ ശരിക്കും ഫീൽ ചെയ്യണം. ഫീൽ ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വികാരങ്ങൾ വരാം. സന്തോഷമുള്ള കാര്യമായിരിക്കാം, സങ്കടമുള്ള കാര്യങ്ങളായിരിക്കാം, ഇപ്പം നന്ദിയുള്ള കാര്യങ്ങളായിരിക്കാം, ആരെങ്കിലും നമ്മളടുത്ത് നന്ദി പറയുന്ന കാര്യങ്ങളായിരിക്കാം, അതുപോലെ തന്നെ ഒരു അഭിമാനം കിട്ടുന്ന കാര്യമായിരിക്കും. ഇതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യണം. കറക്റ്റായിട്ട് ആ ഒരു
ഫീൽ നിങ്ങൾ ചെയ്ത ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടീസ് തുടരണം. ഇനി വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് നടക്കൂലേ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്ത് പകുതിയാകുമ്പം ഇത് ചിലപ്പോൾ കുറച്ച് കാര്യം നമുക്ക് കിട്ടുമായിരിക്കാം, ബാക്കി പകുതിയാകുമ്പോൾ നമുക്കിനി ബാക്കി കൂടെ കിട്ടുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നും. അപ്പം അതൊക്കെ മാറ്റി വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആക്ഷനും കൂടെ എടുത്തു പോകണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വന്ന കാര്യം, ആക്ഷൻ കറക്റ്റായിട്ട് എടുത്തു കൂടി പോകണം. എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി 4ാമത്തെ സ്റ്റെപ്പ് മിറർ പ്രാക്ടീസ്, അഫർമേഷൻ പറയണം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിററിൻ്റെ ഫ്രണ്ടിൽ പോകണം. ഇത് മിറർ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ക്യാമറ ഓൺ ആക്കിയിട്ട് അത് വെച്ച് ചെയ്യാം. അപ്പം ഫോൺ ക്യാമറയെക്കാളും നല്ലത് മിറർ തന്നെയാണ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മിററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങളെയാണല്ലോ കാണുന്നത്. അപ്പോൾ അത് നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. ഇതിപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും പറയാൻ പറ്റിയിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അഫർമേഷൻ പറയുന്നതിൽ തന്നെ ഇപ്പോൾ മണി അഫർമേഷൻ ഉണ്ട്, ഹെൽത്ത് അഫർമേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് അഫർമേഷൻ ഉണ്ട്. അപ്പം ഞാൻ കോമൺ ആയിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ചെയ്യേണ്ട പ്രാക്ടീസാണിത്. അപ്പോൾ അത് ചെന്ന് നിന്നതിന് ശേഷം ഐ ആം കോൺഫിഡൻറ്റ്, ഐ ട്രസ്റ്റ് മൈ സെൽഫ്, ഐ ആം ഗ്രേറ്റ്ഫുൾ, അതുപോലെ തന്നെ ഐ അട്രാക്ട് പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ്, ഐ ആം കേപ്പബിൾ ടു അച്ചീവിങ് മൈ ഗോൾസ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് പറയാം. അപ്പം ചിലവർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇംഗ്ലീഷ് പറയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആ ഒരു ഫീലിൽ പറയാനായിട്ട് കഴിയില്ല. അപ്പം നിങ്ങൾ കറക്റ്റ് ആ ഒരു ഫീലിൽ തന്നെ നിങ്ങളിത് പറയാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഐ ആം കേപ്പബിൾ ഓഫ് അച്ചീവിങ് മൈ ഗോൾസ് എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് കഴിവുണ്ട്. ഇത് പറയണതായിരിക്കും ചിലർക്ക് സ്യൂട്ടബിൾ. കാരണം ഞാൻ മുമ്പൊരു ക്ലബിൽ പോയ സമയത്ത് അവിടെ കുറച്ച് പേര് ഫേസ് ചെയ്തൊരു കാര്യമാണ്, അവർക്ക് മലയാളമാണ് കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതി എങ്ങനെയാണോ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ മണി അഫർമേഷൻ, അതിപ്പം മണി നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണോ പറയാം. മണി അഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് പറയാം. ഞാനിപ്പോൾ പറഞ്ഞുതരാം. എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എനിക്ക് കഴിവുണ്ട്, ഐ ആം ഓപ്പൺ ടു ന്യൂ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, ഐ അട്രാക്ട് അബണ്ടൻസ് ഇൻ മൈ ലൈഫ്. അതുപോലെ നമുക്ക് എന്ത് വേണം നിങ്ങൾക്ക് പറയാം, നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിക്ക് നിങ്ങൾ പറയണം. അപ്പോൾ ഈ ഒരു മിറർ പ്രാക്ടീസും അഫർമേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ നമുക്ക് വളർച്ച കിട്ടും അതിന്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ലവ്. സെൽഫ് ലവ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിനെ പറ്റിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ഇനി 5ാമത്തെ സ്റ്റെപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇപ്പം നമ്മൾ നമ്മുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് കിട്ടിയ കാര്യങ്ങളുണ്ട്, അതിന് എത്ര ചെറിയ കാര്യങ്ങളായിരുന്നാലും അതിന് നന്ദി പറയുക. നമുക്ക് കിട്ടിയ മാക്സിമം 3 കാര്യങ്ങൾക്ക് പറയാം. നമുക്ക് എത്ര പറയാം, എത്രത്തോളം താങ്ക് യു പറയുന്നു അത്രത്തോളം നല്ലതാണ്. നമ്മളൊരു യൂണിവേഴ്സിനോട് താങ്ക് യു, ഈ ഒരു കാര്യം നമുക്ക് തന്നതിന് താങ്ക്ഫുൾ എന്ന് എത്രത്തോളം പറയുക അത്രയ്ക്ക് നമുക്ക് നല്ലതാണ്. എത്ര ചെറിയ കാര്യമായിരുന്നാലും നമ്മൾ താങ്ക് യു പറയാം. അപ്പം ചെറിയ കാര്യങ്ങൾ, എക്സാമ്പിൾ നമുക്ക് നല്ലൊരു ഫാമിലി തന്നതിന് നന്ദി, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം തന്നതിന് നന്ദി. അങ്ങനെ നമുക്ക് എത്ര വേണോ നമുക്ക് അതിന് വേണ്ടി നന്ദി പറയാം. ഇനി 6th സ്റ്റെപ്പ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്, അതായത് ഇത് എഴുതുന്ന രീതിയാണ്. ഇത്രയും നേരം നമ്മൾ വിഷ്വൽ ചെയ്തു, അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു മൂവിയുടെ രൂപത്തിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് നോട്ടിൽ കുറേ എഴുതാം, എത്ര വേണോ എഴുതാം. ഇപ്പം ഇത്ര പ്രാവശ്യം തന്നെ എഴുതണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്ര വേണം നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ ഒരു ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്ത് എടുത്തതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അല്ലേ. ആ ഒരു രീതിക്കാണ് നമ്മൾ വിഷ്വൽ ചെയ്തത്. അപ്പം അതുപോലെ നമുക്ക് എഴുതുകയും ചെയ്യാം. ഒരു ഫിലിമിൻ്റെ രൂപത്തിൽ എഴുതാം. ഞാനിപ്പോൾ ഇത്രയും ഫിലിമിൻ്റെ രൂപത്തിൽ ഞാൻ എഴുതിയ കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഫിലിമിൻ്റെ രൂപത്തിൽ എഴുതുന്ന സമയത്ത് സീൻ 1, സീൻ 2 അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എഴുതാം. സീൻ 1 അടുത്ത സീനിൽ ഇങ്ങനെ നടന്നു. കാരണം നമ്മൾ ഈ ഒരു ഡ്രീം നമ്മൾ കിട്ടിക്കഴിയണ അന്നത്തെ നമ്മൾ എങ്ങനെ ആയിരിക്കും, ആ നമ്മളെ
പറ്റിയിട്ട് ഓരോരോ സീനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് നമ്മൾ ഡയറി എഴുതൂലേ, അതുപോലെ നമുക്ക് എഴുതാം. നമ്മളിപ്പം ഇന്ന് ഈ ഒരു ഡേയിൽ നടന്ന കാര്യമാണ് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ഡയറി എഴുതുന്നത്. അതുപോലെ നടന്നതായിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം നടന്നതായിട്ട് നിങ്ങൾ ഡയറി എഴുതാം. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ജേർണൽ ചെയ്യാം. ഞാൻ ചെയ്തൊരു ടെക്നിക്കാണ്. നമ്മൾ വേണ്ട കാര്യം നമുക്ക് കിട്ടിയതായിട്ടാണ് നമ്മൾ എഴുതുന്നത്. നമുക്കിപ്പം നമ്മുടെ ഡ്രീം എന്താണ്, ആ ഡ്രീം എഴുതുകയാണ്. എഴുതി ഓൾറെഡി നമുക്കത് കിട്ടിയതുപോലെ എഴുതിയിട്ട് നമ്മളുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡ്രീമിൽ നമ്മൾ ആ എഴുതിയ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോകും. കാരണം അവർ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്തോട്ട് നമ്മൾ ഈ എഴുതി വെച്ചാൽ മാത്രം പോലും ഇതെടുത്ത് വായിക്കുക കൂടെ ചെയ്യണം. ചിലവർക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഇപ്പം ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. അപ്പം ഈ 1-2 ആഴ്ചകളിൽ കിട്ടുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടിയതായിട്ട് അങ്ങ് എഴുതി പോകാം. പക്ഷേ ഈ ഒരു 2 വർഷം 3 വർഷത്തിന് ശേഷം കിട്ടേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ഇത് നമ്മൾ 2-3 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതിയത്. അതോടൊപ്പം തന്നെ ഈ എല്ലാ ഡെയിലി ലൈഫിലും ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എഴുതി പോകണം. ഇനി 7ാമത്തെ സ്റ്റെപ്പ് വിഷൻ ബോർഡ് തയ്യാറാക്കാം. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത് ന്യൂ ഇയർ ടൈമിലാണെന്ന്. അതങ്ങനെയൊന്നും നമുക്കത് എപ്പോൾ വേണം ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളുടെ ഡ്രീം എന്താണ് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുക. നമ്മൾ ഫോണിൽ നിന്ന് നോർമലി ഡൗൺലോഡ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ കളർ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പേപ്പറിൽ ഒട്ടിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് നോട്ട്ബുക്കിൽ ഒട്ടിക്കാം, ഡയറി, അങ്ങനെ നമുക്ക് ഏതിൽ വേണം നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒട്ടിക്കുന്ന കാര്യം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊരു കാറോ എന്തെങ്കിലും വേണമെന്ന് വെച്ചോ. അപ്പോൾ ഈ വേണമെങ്കിൽ കറക്റ്റ് ആ ഒരു കളർ ഏതാണ്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ക്ലാരിറ്റി വേണം. ആ ഒരു ക്ലാരിറ്റി കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെ നമ്മളെടുത്ത് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി 8ാമത്തെ സ്റ്റെപ്പ് 3-6-9 മെത്തേഡ്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു അഫർമേഷൻ പറഞ്ഞില്ലേ, ആ ഒരു അഫർമേഷനിൽ ഐ ആം കോൺഫിഡൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു ഐ ആം കോൺഫിഡൻറ്റ്, എന്തിനാണ് നിങ്ങൾ കോൺഫിഡൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ 3-6-9 മെത്തേഡിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ രാവിലെ 3 പ്രാവശ്യം, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം, രാത്രി 9 പ്രാവശ്യം, ഇങ്ങനെ വേണം അത് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഇതൊന്ന് എഴുതിക്കൊണ്ടിരിക്കുക. ഇത് എഴുതും തോറും ആ ഒരു കിട്ടിയതായിട്ടുള്ള ഒരു ഫീലിൽ തന്നെ എഴുതാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം നമുക്കത് കോൺഫിഡൻറ്റ് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ കാണും. അതിനെ നമുക്ക് ഇതേ സെയിം പ്രാക്ടീസ് നമുക്ക് അതിലും ചെയ്യാം. ഐ ആം കോൺഫിഡൻറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് അല്ലാത്ത കാര്യമായിരിക്കാം, നിങ്ങളത് കോൺഫിഡൻ്റ് ആണ് എന്ന് തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 9ാമത്തെ സ്റ്റെപ്പ് ലെറ്റ് ഗോ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചില ചിന്തകളാണ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് എനിക്കിനി എപ്പോഴാണ് കിട്ടുക, ഇത് ഇതുവരെ കിട്ടിയില്ലല്ലോ, അതായത് ഇത് ചെയ്തിട്ട് വെറുതെ ഇരിക്കാം, അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ ആക്ഷൻ കൂടി എടുക്കണം. അപ്പം നിങ്ങൾ പറയാണ് ഇനി എനിക്കിത് കിട്ടൂലേ, അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ആ ഒരു 10th സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഈ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തിട്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാൻ ഇത് ചെയ്തല്ലോ, ഇനി ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ കൂടി എടുത്തു പോകണം. ആക്ഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യവും നടക്കില്ല. ഒരു പ്രാക്ടീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഡ്രീം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ആക്ഷൻ കൂടി എടുക്കണം. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നതോടൊപ്പം ആ ഒരു ആക്ഷൻ, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ആക്ഷൻ കൂടെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.